അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് പോയി വീടുന്ന ഒരു പാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നബിയേ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം? നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണം എന്തെന്നറിയുമോ? യജമാനന്റെ കയ്യിൽ നിന്നുകൊണ്ട് യജമാനന് പറയുന്നതനുസരിക്കാതെ ആ യജമാനന്റെ മുമ്പിൽ നിന്ന് കയറ് പൊട്ടിച്ചിട്ട് അതാ പടച്ചവനെ മൃഗങ്ങൾ ഓടുന്നതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ആ പാപം ഏതാണ് നബിയേ? അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നൊരു കല്ലെടുത്ത് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത്, അതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ എന്താണെന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങളെ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? പടച്ചവനെ വഅലിന്റെ മജ്‌ലിസിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷയമാണ്. എന്താണ് എന്ന് പറയേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചാണ് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായ പടച്ചവനെ ഇത്രയും മക്കൾ ഇവിടെ നിന്ന് സനദ് വാങ്ങിയിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ പഠിക്കുന്ന 40ഓളം വരുന്ന മക്കൾ ഇവിടെ ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ നബി തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങളായി സനദുകൾ വാങ്ങിയ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകള്. ആ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയലാ. അത് പടച്ചവനെ ഖുർആൻ മുഴുവനുമാണെങ്കിലും ഒരു സൂറത്താണെങ്കിലും ഒരായത്താണെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ പടച്ചവനെ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ